ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ സ്പീഷീസ് ഇൻ ന്യൂസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സൈബീരിയൻ ടൈഗർ എന്ന് പറയുന്ന ടൈഗറിനെയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ടൈഗേഴ്സ് ഉണ്ട്. നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെയുണ്ട്. പക്ഷെ നമുക്കതറിയാം, അത് ഗ്രേറ്റ് ബംഗാൾ ടൈഗർ ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ആൻഡ് നെയ്ബറിംഗ് കൺട്രീസിലെല്ലാം കാണപ്പെടുന്ന ടൈഗേഴ്സ് എന്ന് പറയുന്നത് ബംഗാൾ ടൈഗർ ആണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള മറ്റൊരു ടൈഗർ സ്പീഷീസ് ആണ് സൈബീരിയൻ ടൈഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തവണത്തെ പല എക്സാമുകൾക്കും, UPSC അടക്കമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു. കാരണം നമുക്കതിൻ്റെ കറണ്ട് അഫയേഴ്സ് ന്യൂസിലേക്ക് ഒന്ന് പോകാം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ന്യൂസ് വാല്യൂ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ ഹാസ് റിസീവ്ഡ് 2 സൈബീരിയൻ ടൈഗേഴ്സ് ഫ്രം സൈപ്രസ് അറ്റ് ഇറ്റ്സ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഇൻ ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇന്ത്യക്ക് 2 സൈബീരിയൻ ടൈഗേഴ്സിനെ കിട്ടിയിരിക്കുകയാണ്. എവിടെ നിന്നാണ്? സൈപ്രസ് എന്ന് പറയുന്ന കൺട്രിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ സൈപ്രസ് എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് 2 സൈബീരിയൻ ടൈഗറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളില് ഡാർജിലിംഗ് പ്രൊവിൻസിൽ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഈ സൈബീരിയൻ ടൈഗേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സൈബീരിയൻ ടൈഗേഴ്സിനെ ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലുള്ള പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലേക്ക് സൈപ്രസിൽ നിന്ന് 2 സൈബീരിയൻ കടുവകളെ കൊണ്ടുവന്നു. ഒരു മെയിൽ ആൻഡ് ഒരു ഫീമെയിൽ ടൈഗേഴ്സിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതായിരുന്നു ഇതിന്റെ ഒരു ന്യൂസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ബംഗാൾ ടൈഗേഴ്സ് ഉള്ള നമ്മുടെ നാട്ടിലേക്ക് നമ്മളൊരു ഫോറിൻ ടൈഗറിനെ, സൈബീരിയൻ ടൈഗറിനെ കൊണ്ടുവന്നത് വളരെ വലിയ ഒരു വാർത്തയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന സൈബീരിയൻ ടൈഗറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. ദ സൈബീരിയൻ ടൈഗർ ഈസ് എ ടൈഗർ സബ്സ്പീഷീസ് നേറ്റീവ് ടു ദ റഷ്യൻ ഫോറസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ചൈന ആൻഡ് നോർത്ത് കൊറിയ. അപ്പൊ ഈ സൈബീരിയൻ ടൈഗറിന് നമ്മൾ പറയുമ്പോൾ സൈബീരിയ എന്ന് പറയുന്ന ഒരു പേര് ചേർത്ത് പറയുമെങ്കിലും ശരിക്കും ഇത് കാണപ്പെടുന്ന, ഇന്ന് നമുക്കിതിനെ കാണാൻ കഴിയുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് റഷ്യയുടെ ഫാർ ഈസ്റ്റ്, റഷ്യയുടെ ഈസ്റ്റേൺ സൈഡ്, അതുപോലെ തന്നെ ചൈനയുടെ നോർത്ത് ഈസ്റ്റ്, ചൈനയുടെ വടക്ക് കിഴക്കൻ ഏരിയാസ്, അതുപോലെ തന്നെ നോർത്ത് കൊറിയ. നേരത്തെ കൊറിയൻ പെനിൻസുലയിൽ മുഴുവൻ ഉണ്ടായിരുന്നു, പക്ഷെ നൗ ലിമിറ്റഡ് ടു നോർത്ത് കൊറിയ. അപ്പൊ സൈബീരിയൻ ടൈഗേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നത് റഷ്യയുടെ ഈസ്റ്റേൺ സൈഡില്, ഫാർ ഈസ്റ്റ് കിഴക്കൻ സൈഡില്, ചൈനയുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ, അതുപോലെ തന്നെ നോർത്ത് കൊറിയയിലുമാണ് സാധാരണയായിട്ട് നമുക്കിതിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ സൈബീരിയൻ ടൈഗറിന് വേറെയും പേരുകളുണ്ട്. അത് എവിടെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പല പേരുകളാണുള്ളത്. ദ സൈബീരിയൻ ടൈഗർ വാസ് ഓൾസോ കാൾഡ് അമൂർ ടൈഗർ, മഞ്ചൂരിയൻ ടൈഗർ, കൊറിയൻ ടൈഗർ ആൻഡ് ഉസൂരിയൻ ടൈഗർ, ഡിപ്പെൻഡിങ് ഓൺ ദ റീജിയൻ വേർ ഇൻഡിവിജ്വൽസ് വേർ ഒബ്സർവ്ഡ്. അപ്പൊ എവിടെയാണോ നമുക്ക് ഇതിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്ന ആ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഇതിന് പേര് കൊടുക്കുക. അപ്പൊ ഈ സൈബീരിയൻ ടൈഗേഴ്സ് തന്നെയാണ് അമൂർ ടൈഗേഴ്സ് എന്ന് പറയുന്നത്. അമൂർ എന്ന് പറഞ്ഞ ഒരു റിവറാണ്. അമൂർ റിവറിന്റെ ആ ഏരിയയിൽ കാണപ്പെടുമ്പോൾ അതിനെ അമൂർ ടൈഗർ എന്ന് വിളിക്കും. മഞ്ചൂരിയൻ റീജിയനിൽ കാണപ്പെടുമ്പോൾ മഞ്ചൂരിയൻ ടൈഗർ എന്ന് പറയും. നോർത്ത് കൊറിയൻ റീജിയനിൽ കാണുമ്പോൾ അതിനെ കൊറിയൻ ടൈഗർ എന്ന് വിളിക്കും. ഉസൂരിയൻ ടൈഗർ എന്ന് വിളിക്കുന്ന ഉസൂരി റിവറിന്റെ തീരങ്ങളിൽ ആ റീജിയനിൽ കാണപ്പെടുമ്പോൾ നമ്മൾ അതിന് ഉസൂരിയൻ ടൈഗർ എന്ന് വിളിക്കും. അപ്പൊ ഇതിനെ എവിടെയാണോ സ്പോട്ട് ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെയൊക്കെ പേര് വെച്ചിട്ടാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സൈബീരിയൻ ടൈഗർ തന്നെയാണ് അമൂർ ടൈഗർ, മഞ്ചൂരിയൻ ടൈഗർ, കൊറിയൻ ടൈഗർ, ഉസൂരിയൻ ടൈഗർ എന്നെല്ലാം അറിയപ്പെടുന്നത്. നമ്മൾ ഈ കൊറിയൻ ഫിലിംസിലൊക്കെ കാണുന്നത് മിക്കവാറും ഈ പറയുന്ന സൈബീരിയൻ ടൈഗറിനെയാണ്. ചില കൊറിയൻ ഫിലിംസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ അതിൽ ഈ പറയുന്ന ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിൽ പ്രധാനമായിട്ടും ടൈഗർ വിസ് മാനാണ്. അപ്പൊ അതിൽ കാണിക്കുന്ന ടൈഗറൊക്കെ ഈ സൈബീരിയൻ ടൈഗർ ആണെന്ന് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ദിസ് സൈബീരിയൻ ടൈഗർ ഈസ് ജെനറ്റിക്കലി ക്ലോസ് ടു ദ നൗ എക്സ്റ്റിങ്ക്ട് കാസ്പിയൻ ടൈഗർ. അപ്പൊ നമ്മുടെ ബംഗാൾ ടൈഗറുമായിട്ട് ഇതിന് ആക്ച്വലി ജെനറ്റിക്കലി കണക്ഷൻസ് ഒന്നുമില്ല. പാന്ത്രാ ടൈഗ്രിസ് എന്ന് പറയുന്ന ടൈഗർ ഫാമിലിയിലാണ്, സബ് സ്പീഷീസ് ആണ്. ബംഗാൾ ടൈഗർ വേറെ ഒരു സബ് സ്പീഷീസ്, നമ്മുടെ സൈബീരിയൻ ടൈഗർ മറ്റൊരു സബ് സ്പീഷീസ് ആണ്. ഈ സൈബീരിയൻ ടൈഗറിന് ജെനറ്റിക്കലി സാമ്യമുള്ളത് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ, വംശനാശം സംഭവിച്ചു പോയ കാസ്പിയൻ ടൈഗറുമായിട്ടാണ്. അപ്പൊ ജെനറ്റിക്കലി നമ്മുടെ ബംഗാൾ ടൈഗറുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല.
അതുപോലെ തന്നെ ഇനി ബംഗാൾ ടൈഗർ വെസ് സൈബീരിയൻ ടൈഗർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ സൈബീരിയൻ ടൈഗേഴ്സ് ഹോൾഡ്സ് ദ റെക്കോർഡ് ഫോർ ദ ലാർജസ്റ്റ് ടൈഗർ എവർ ഡോക്യുമെന്റഡ്. ദ ബംഗാൾ ടൈഗർ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഫ് ദ ടൈഗർ സ്പീഷീസ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബംഗാൾ ടൈഗേഴ്സ് തന്നെ ഹ്യൂജ് സൈസ് ഉള്ള ഒരു കാർണിവോറസ് അനിമൽ ആണെന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാളും സൈസ് കൂടിയ ടൈഗർ ആണ് സൈബീരിയൻ ടൈഗർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ ലാർജസ്റ്റ് ടൈഗർ എന്നുള്ള റെക്കോർഡ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് സൈബീരിയൻ ടൈഗേഴ്സ് തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ബംഗാൾ ടൈഗേഴ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ടൈഗർ സ്പീഷീസ് ആണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി IUCN റെഡ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ സൈബീരിയൻ ടൈഗേഴ്സിനെ എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഫോറിൻ അനിമൽ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 സൈബീരിയൻ ടൈഗറിനെ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, നോട്ട് ലിസ്റ്റഡ് ആണ്. പക്ഷെ IUCN റെഡ് ലിസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. IUCN റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് സൈബീരിയൻ ടൈഗർ വരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യൻ ടൈഗറും സൈബീരിയൻ ടൈഗറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു ഈ വീഡിയോ. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.